നിങ്ങളുടെ വെല്ലുവിളി തൻ്റെ ഇടത്തോടു കൂടി ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരും. മിസ്റ്റർ ഫാസിൽ, ഞാൻ സാധാരണ അങ്ങനെ സംസാരിക്കാത്ത ആളാണ്, പക്ഷെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ആണാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ തെളിവുകൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ, ലൈവായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലേ സായി? ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ, ഇതുവരെ വളരെ ശരിയാണ്. ലൈവായിട്ട് ഏതൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കാനും ഷിഹാബ് ബ്രോ റെഡിയാണ്. ഉറപ്പായിട്ടും. കട്ടുകളോ ഒന്നും ഒരു ഗിമിക്കുകളും ഇല്ലാതെ ക്ലിയർ കട്ടായിട്ട് ഫാസിലിന് ചോദിക്കാനുള്ളത് ചോദിക്കാം, ഷിഹാബിന് പറയാനുള്ളത് പറയാം, തെളിവുകൾ വയ്ക്കാം, സമൂഹം കാണട്ടെ, ബാക്കി വിലയിരുത്തല്ലേ. ജോയിക്ക് ഞാനിങ്ങനെ ഒരു അവസരം തന്നത് ജോയിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ വിളിച്ചു പറയാനല്ല, നമുക്ക് വേണ്ട കാര്യം പറയാൻ. ഷിഹാബിന് വരാനുള്ള TA, അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുത്താൽ മതി, അത് സീക്രട്ട് ഏജന്റ് ഷിഹാബിന് എത്തിച്ചോളാം എന്നാണ് പറയുന്നത്. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഡേറ്റ് എത്രയും പെട്ടെന്ന് അറിയിക്കുക. അതിനൊരു തീരുമാനമായി. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? എവിടെയുമല്ല, മാജിക് പ്ലാനറ്റ് തന്നെയാണ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. വേറെ എത്രങ്ങാനും സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. വേറെ എവിടെയെങ്കിലും ഈ എന്തിനാ പേടിക്കണേ? എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളി, നമ്മളെല്ലാം എന്റെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഞാനൊരു സ്ഥലം പറയാം, ഫാസിൽ തയ്യാറാണോ? എന്നെ തല്ലാനല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്കോ നിങ്ങൾ മാജിക് പ്ലാനറ്റിലേക്ക് വിളിച്ചതുപോലെ ഒന്നും ഞാൻ വിളിക്കില്ല. വേണ്ട തലയിരിക്കുമ്പോ വാലാറണ്ട. ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. നിങ്ങൾ 14-ാം തീയതി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് എന്നെ വിളിക്കൂ. സ്ഥലം ഞാൻ പറയാം, ലൊക്കേഷൻ ഞാൻ പറയാം, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. പക്ഷേ ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് പ്ലാനറ്റിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് അങ്ങനെ നിങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണ്ട. എനിക്ക് പറ്റൊന്നുമില്ല. നാഹി എന്ന് പറഞ്ഞാൽ നാഹി പോടോ. ഹേ എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ആരെയാണോ കണിയേണ്ടത്? ചേച്ചും കൂടി ഇറങ്ങി തള്ളേണ്ടി വരുന്നാ തോന്നണേ. പറ്റില്ല, അങ്ങനെ നാണക്കട എനിക്ക് വയ്യ. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്.